ഹായ് എല്ലാവർക്കും എൻ്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. അപ്പം നമ്മളിപ്പോൾ വയനാട് വൈൽഡ് ലൈഫ് സാഞ്ചുറിയിലാണുള്ളത്, മുത്തങ്ങ ഫോറസ്റ്റിനാണുള്ളത്. അപ്പം ഇന്ന് നമ്മൾ മുത്തങ്ങ വഴി നമ്മൾ നേരെ ബന്ദിപ്പൂർ നാഷണൽ പാർക്കിലേക്ക് പോയിട്ട് വരുന്ന ഒരു ട്രിപ്പാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്നത്. അപ്പം ഇത് കുറച്ച് നാൾ മുമ്പെടുത്ത വീഡിയോ ആണ്. അപ്പം അന്ന് നല്ല ട്രാഫിക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ ട്രാഫിക്കിൽ ഇപ്പം മുത്തങ്ങ ചെക്ക് പോസ്റ്റിലാണുള്ളത്. അപ്പോൾ ഇവിടെ നല്ല ട്രാഫിക്കാണ്. അപ്പം നമ്മൾ ഇതിൻ്റെ പുറകെ പോവുകയാണ്. നമുക്ക് ഈ ഒരു കാഴ്ച നമുക്ക് ധാരാളം മൃഗങ്ങളെയും ഒക്കെ കാണാൻ പറ്റിയായിരുന്നു. നമ്മൾ മുത്തങ്ങ വഴി ബന്ദിപ്പൂർ നാഷണൽ പാർക്കിലേക്ക് പോയിട്ട് വരുവാണ് ചെയ്തത്. അപ്പോൾ നമ്മൾ സഫാരിക്കൊന്നും പോയില്ല, ഇപ്പം ടൈമില്ലാത്തതുകൊണ്ട് സഫാരിക്കൊന്നും പോയില്ല. പക്ഷേ നമ്മൾ ബന്ദിപ്പൂർ പോയായിരുന്നു. നമുക്ക് ധാരാളം മാന്, കാട്ടുപോത്ത്, ആന, മയിൽ ഇതിനൊക്കെ ധാരാളമായിട്ട് നമുക്ക് കാണാൻ പറ്റിയായിരുന്നു. നല്ലൊരു ഫീൽ ഗുഡ് യാത്രയാണ്. അപ്പം ഫോറസ്റ്റ് യാത്ര ഇഷ്ടപ്പെടുന്നവർക്ക് എന്താണെങ്കിലും മസ്റ്റായിട്ട് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു യാത്ര തന്നെയാണിത്. അപ്പം എന്താണെങ്കിലും ഈ വഴി ഈ നമ്മുടെ മൈസൂരൊക്കെ പോകുന്നവർക്ക് മസ്റ്റായിട്ട് സെലക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വഴിയാണിത്. അപ്പോൾ നമുക്ക് ഇപ്പോൾ കണ്ണൂരൊക്കെ ഉള്ള ആൾക്കാർക്ക് നമുക്ക് വേണമെങ്കിൽ മൈസൂർ നമുക്ക് കുടക് വഴിയും പോകാൻ പറ്റും. പക്ഷേ ഈ വയനാട് വഴി പ്രിഫർ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഈ ഫോറസ്റ്റിനകത്തൂടെയുള്ള നല്ലൊരു യാത്രാ അനുഭവം നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ നമ്മളിപ്പം നേരെ കർണാടകയിലേക്ക് കയറുവാണ്. നമ്മളിപ്പോൾ നേരെ കർണാടകയിലേക്ക് കയറുവാണ്. അപ്പോൾ ഇവിടെ ചെക്കിങ് കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ഇവിടെ ചെറിയൊരു ട്രാഫിക് ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഒരു ഹമ്പും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഒരു ട്രാഫിക്കാണ്. അപ്പോൾ നമ്മൾ നേരെ കർണാടകയിലേക്ക് പ്രവേശിച്ചു. അപ്പോൾ ഇനി നമുക്ക് ബന്ദിപ്പൂർ നാഷണൽ പാർക്കിൻ്റെ ഭാഗത്തിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ ശരിക്കും ബന്ദിപ്പൂർ നാഷണൽ പാർക്ക് വരെ പോകുന്നുണ്ട്. അപ്പോൾ ഇവിടെ കുറേ വണ്ടികളൊക്കെ ഇവിടെ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്.
അപ്പോൾ നമ്മളിപ്പം ബന്ദിപ്പൂർ നാഷണൽ പാർക്കിൻ്റെ ഉള്ളിലാണുള്ളത്. അപ്പം ബന്ദിപ്പൂർ ഈ വഴി പോയവർക്കറിയാം, നമ്മളിപ്പം ഈ വഴി കണ്ടാൽ മനസ്സിലാവും ബന്ദിപ്പൂർ നാഷണൽ പാർക്കിൻ്റെ ഉള്ളിലാണുള്ളത്. ധാരാളം മൃഗങ്ങളെ കാണാൻ പറ്റുന്ന ഒരു റൂട്ടാണിത്. അപ്പോൾ നമുക്ക് ഉച്ചയ്ക്കായാലും വൈകുന്നേരം ഒക്കെ ധാരാളം മൃഗങ്ങളെ കാണാൻ പറ്റുന്ന റൂട്ടാണിത്. പിന്നെ ഇവിടെ മോർണിംഗ് 6 to 8 o'clock മാത്രമേ അതിൻ്റെ ഉള്ളിൽ കൂടെ വണ്ടികൾ കടത്തി വിടുള്ളൂ. അത് കഴിഞ്ഞാൽ ഇവിടെ ക്ലോസ് ചെയ്യും. അപ്പം നമ്മൾ അതിനു മുമ്പ് നമ്മൾ ബന്ദിപ്പൂർ നാഷണൽ പാർക്കിൽ നിന്ന് കയറിയിട്ട് പുറത്തിറങ്ങാൻ വേണ്ടി നോക്കണം. അപ്പം നമ്മൾ ഈ ഒരു യാത്രയിൽ നമ്മൾ ഇപ്പോൾ ഇവിടുന്ന് കാണാൻ പറ്റിയ കുറേ മാനുകളെ കണ്ടു, കാട്ടുപോത്തിനെ കണ്ടു, മയിലിനെ കണ്ടു, ആനയെ കണ്ടു, അങ്ങനെ കുറേ മൃഗങ്ങളെ നമുക്കിവിടെ കാണാൻ പറ്റി. പിന്നെ നമ്മൾ ബന്ദിപ്പൂർ നാഷണൽ പാർക്കിൽ പോവുകയാണെങ്കിൽ അവിടെ വൈൽഡ് സഫാരി അതുണ്ട്, നമുക്ക് ജംഗിൾ സഫാരി ഉണ്ട്. അപ്പോൾ അത് നമുക്ക് ജിപ്സിക്ക് വേണമെങ്കിലും പോകാം, ബസ്സിന് വേണമെങ്കിലും പോകാം. അങ്ങനത്തെ ഒരു ഓപ്ഷൻ നമുക്ക് അവൈലബിൾ ആണ്. അപ്പം ജംഗിൾ സഫാരിയൊക്കെ പോകേണ്ട ആൾക്കാർക്ക് ബന്ദിപ്പൂർ നാഷണൽ പാർക്ക് നല്ലൊരു ഓപ്ഷനാണ്. പിന്നെ ഇവിടുത്തെ ആ ഒരു കാടിനകത്തുള്ളൊരു യാത്ര തന്നെയാണ് മെയിനായിട്ട് നമ്മൾ ശരിക്കും ഞെട്ടിക്കുന്നൊരു യാത്ര തന്നെയാണ്. അപ്പോൾ നമ്മളിപ്പോൾ കുറേ ധാരാളം മാനുകളൊക്കെ കണ്ട് നമ്മൾ ബന്ദിപ്പൂർ നാഷണൽ പാർക്കിൽ നമ്മളിപ്പം പുറത്തിറങ്ങാൻ വേണ്ടി പോവുകയാണ്. നമ്മൾ സഫാരിയും കാര്യങ്ങളൊക്കെ ഒന്നും പോയില്ല. അപ്പം നമ്മൾ ബന്ദിപ്പൂർ നാഷണൽ പാർക്കിൽ നിന്ന് ഇപ്പം പുറത്തിറങ്ങാൻ വേണ്ടി പോവുകയാണ്. അത് കഴിഞ്ഞ് ബന്ദിപ്പൂർ നാഷണൽ പാർക്കിൽ വരുന്നവർക്ക് മെയിനായിട്ട് പോകാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഗോപാലസ്വാമി ബെട്ട. ഗോപാലസ്വാമി ബെട്ട പോവുകയാണെങ്കിൽ നമ്മുടെ ഗുണ്ടൽപേട്ട് ടൗണിൽ നിന്ന് നമുക്ക് ഉള്ളിലോട്ട് കയറി പോകണം. അപ്പം നമുക്ക് അവിടെ ഗോപാലസ്വാമി ബെട്ടിൽ പോകണമെങ്കിൽ അവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് നമുക്ക് KSRTC ബസ്സിന് മാത്രമേ മുകളിലേക്ക് കയറി പോകാൻ പറ്റുള്ളൂ. ശരിക്കും നല്ലൊരു കാഴ്ചയാണത്. നമുക്ക് അതിൻ്റെ മുകളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ബന്ദിപ്പൂർ നാഷണൽ പാർക്ക്
താഴെ ഒരു പച്ച വിരിച്ച പോലെ കാണാൻ പറ്റും. അത്രയ്ക്കും മനോഹരമായൊരു കാഴ്ചയാണ്. അതുപോലെ അവിടുത്തെ ക്ലൈമറ്റ് എടുത്ത് പറയേണ്ടതാണ്. നമ്മൾ വേറൊരു രാജ്യത്തെത്തിയ ഒരു ഫീലാണ് നമുക്ക് അവിടെ പോയി കഴിഞ്ഞാൽ കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ബന്ദിപ്പൂർ നാഷണൽ പാർക്കിൽ നിന്ന് ഇപ്പോൾ നമ്മൾ തിരിച്ചിറങ്ങുവാണ്. പിന്നെ നമ്മൾ പോകുന്ന വഴിക്ക് നമുക്ക് മുത്തങ്ങ ഫോറസ്റ്റിൽ നിന്ന് നമുക്ക് കാട്ടുപോത്തിനെയും ആനേനെയും അതുപോലെ തന്നെ മയിലിനെയൊക്കെ കാണാൻ പറ്റിയായിരുന്നു. നിങ്ങൾക്ക് ഇത് കാണിച്ചു തരാം. അപ്പോൾ നമ്മളിപ്പം മുത്തങ്ങ ഫോറസ്റ്റിലെത്തിയപ്പം ഗുണ്ടൽപേട്ട് കഴിഞ്ഞപ്പോൾ നമുക്ക് മയിലവിടെ പീലി വിരിച്ച് നിൽക്കുന്നുണ്ട്. അതിമനോഹരമായിട്ടുള്ളൊരു കാഴ്ചയായിരുന്നു അത്. മയിൽ പീലി വിരിച്ച് നിൽക്കുന്നത് നമുക്ക് അങ്ങനെ അധികം കാണാൻ പറ്റില്ല. അപ്പം ഇവിടെ നമുക്ക് മയിൽ പീലി വിരിച്ച് നിൽക്കുന്നത് കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ നമുക്ക് പിന്നെ കാട്ടുപോത്തിനെയും കാണാൻ പറ്റി, പിന്നെ നമുക്ക് ആനേനെ കാണാൻ പറ്റി. അപ്പം എന്തുകൊണ്ടും നമുക്ക് വന്യമൃഗങ്ങൾ കാണാൻ പറ്റുന്ന ഒരു നല്ലൊരു യാത്ര തന്നെയാണിത്. അപ്പോൾ എന്താണ് ഈ ഒരു യാത്ര എല്ലാവരും എൻജോയ് ചെയ്യുക.